ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് രാജസ്ഥാന്റെ അടുത്ത മാച്ചിന് വേണ്ടിയാണ്. നാളെയാണ് രാജസ്ഥാനും RCBയും തമ്മിൽ മാച്ച് നടക്കുന്നത്. നാളത്തെ മാച്ച് രാജസ്ഥാനെ സംബന്ധിച്ച് നിർണായകമാണ്. ഒരു കളി തോറ്റാൽ പോലും രാജസ്ഥാനെ പ്ലേ ഓഫ് കാണാതെ പുറത്താക്കേണ്ടി വരും. അത്രയ്ക്കും മത്സരങ്ങൾ രാജസ്ഥാൻ ഇതിനോടകം തന്നെ തോറ്റു കഴിഞ്ഞു. ഇപ്പോഴിതാ രാജസ്ഥാൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പുതിയൊരു ഫിനിഷർ രാജസ്ഥാൻ ടീമിനെ എത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല ഓപ്പണിംഗിലും പുതിയൊരു താരം എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാജസ്ഥാൻ RCB മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ടീമിന് മാറ്റങ്ങൾ ആവശ്യമാണ്. കാരണം രാജസ്ഥാൻ ഒരുവിധം എല്ലാ മാച്ചിലും തോറ്റിരിക്കുകയാണ്. പക്ഷേ അവസാന 2 കളി രാജസ്ഥാൻ തോറ്റത് ഫിനിഷിങ്ങിൻ്റെ കുറവ് മൂലമാണ്. അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു ഫിനിഷറാണ് രാജസ്ഥാൻ ടീമിനെ എത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, സഞ്ജു സാംസൺ ആണ്. സാധാരണ സഞ്ജു ഓപ്പണിങ്ങിലും വൺ ഡൗണിലുമാണ് കളിക്കാറ്. എന്നാൽ സഞ്ജു മികച്ചൊരു ഫിനിഷറായിരുന്നു. കുറച്ച് കാലം മുൻപ് സഞ്ജു 5-ാം നമ്പറിലും 6-ാം നമ്പറിലും മികച്ച കളി കാഴ്ചവെക്കുന്ന ഒരു ഫിനിഷറായിരുന്നു. പിന്നീടാണ് സഞ്ജു ഓപ്പണിങ്ങിലേക്ക് എത്തിയത്. രാജസ്ഥാൻ ടീമിന് ഇപ്പോൾ ആവശ്യം ഒരു ഫിനിഷറെ തന്നെയാണ്. ഷിംറോൺ ഹെയ്റ്റ്മർ കാരണമാണ് 2 മാച്ചും രാജസ്ഥാൻ തോറ്റത്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കാവുന്ന മത്സരങ്ങളായിരുന്നു. അതുകൊണ്ട് സഞ്ജു ഫിനിഷർ റോളിൽ കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിന് പരിക്കുണ്ടായിരുന്നു. സഞ്ജുവിന് പരിക്ക് ഭേദമായെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. അതുകൊണ്ട് നാളെ സഞ്ജു ഫിനിഷർ റോളിലായിരിക്കും കളിക്കാൻ പോകുന്നത്. മാത്രവുമല്ല ഓപ്പണിങ്ങിൽ മറ്റൊരു താരമാണ് വരാനിരിക്കുന്നത്. വൈഭവ് സൂര്യവംശി ഓപ്പണിങ്ങിൽ കളിക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചാണ് വൈഭവ് കളി തുടങ്ങിയത്. അത്രയ്ക്കും ആക്രമണകാരിയാണ് വൈഭവ്. വൈഭവും ജയ്സ്വാളും കൂടിയായിരിക്കും നാളെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. RCB ഇപ്പോൾ മികച്ച ഫോമിലാണ്. അതുകൊണ്ട് ശരിക്കും കളിച്ചില്ലെങ്കിൽ രാജസ്ഥാനെ പണി കിട്ടുമെന്നത് ഉറപ്പാണ്. രാജസ്ഥാനാകട്ടെ ജീവന്മാരുടെ പോരാട്ടമാണ്. തോറ്റാൽ പ്ലേ ഓഫ് കാണാതെ പുറത്താക്കേണ്ടി വരും. അപ്പോൾ നാളത്തെ മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.